ലേസറുകൾ, ആണവായുധങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലുകൾ, അങ്ങനെ പലതും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സായുധ സേന നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത അത്രയും ഉയരങ്ങളിലെത്തും. ലോകത്ത് ഇത് അപകടകരമായ ഒരു സമയമാണ്. നിലവിൽ ലോകമെമ്പാടും 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം, ഗാസയിൽ ഹമാസിനെതിരെയുള്ള ഇസ്രായേൽ യുദ്ധം. ഏപ്രിലിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷവും വലിയൊരു യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയ സംഭവ വികാസങ്ങളും. ഇത്തരം സാഹചര്യത്തിൽ ശത്രുക്കളെ ചെറുക്കാനും യുദ്ധസജ്ജരാകാനും ഏറ്റവും മികച്ച ആയുധങ്ങൾ കൈവശം വെക്കേണ്ട ഒരു ശക്തമായ സൈന്യം ഇന്ത്യക്ക് ഉണ്ട് എന്നത് വളരെ പ്രസക്തമാണ്. ഇതിനായി പ്രതിരോധ മന്ത്രാലയം ദ ടെക്നോളജി വിഷൻ ആൻഡ് കേപ്പബിലിറ്റി റോഡ് മാപ്പ് എന്ന് വിളിക്കുന്ന പദ്ധതിയിൽ അടുത്ത 15 വർഷത്തേക്കുള്ള ആയുധങ്ങൾ സംഭരിക്കൽ പദ്ധതികൾ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത 15 വർഷത്തേക്ക് സായുധ സേനയ്ക്ക് ആവശ്യമായ ആവശ്യകതകളും അളവുകളും പട്ടികപ്പെടുത്തുന്ന ഒരു റോഡ് മാപ്പാണിത്. അപ്പോൾ പദ്ധതിയിൽ എന്താണ് ഉള്ളത്? അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ എങ്ങനെയിരിക്കും? ഇന്ത്യൻ സൈന്യത്തിനായുള്ള ടാങ്കുകൾ, ലോയിറ്ററിംഗ് വെപ്പൺസ്, മറ്റു പലതും നമ്മൾ സംഭരിക്കാൻ പോവുകയാണ്. ദി ടെക്നോളജി വിഷൻ ആൻഡ് കാപ്പബിലിറ്റി റോഡ് മാപ്പ് അനുസരിച്ച് യുദ്ധസജ്ജരാകുന്നതിനായി ഇന്ത്യൻ സൈന്യം ചില വൻ ഏറ്റെടുക്കലുകൾക്കായി ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ നിലവിലുള്ള T-72കൾക്ക് പകരമായി വിന്യസിക്കുന്നതിനായി 1800 ടാങ്കുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രമിക്കുന്നു. കൂടാതെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിലും ഡൊമൈനുകളിലുമുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന 300-400 ലൈറ്റ് ടാങ്കുകളും ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കും. 15 വർഷത്തെ പദ്ധതി പ്രകാരം ഇന്ത്യൻ സൈന്യം 50,000 ടാങ്ക് മൗണ്ടഡ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും 700-ലധികം റോബോട്ടിക് കൗണ്ടർ IED സിസ്റ്റങ്ങളും ഉൾപ്പെടുത്തും. കൂടാതെ സൈന്യം 6 ലക്ഷം പീലിംഗ് ഗ്രൗണ്ടുകളും ആളില്ല ആകാശ സംവിധാനങ്ങളും വാങ്ങും. 15 വർഷത്തെ പദ്ധതി പ്രകാരം ഒരു വിമാനവാഹിനി കപ്പൽ കൂടി ഉൾപ്പെടുത്താൻ നാവികസേന പദ്ധതിയിടുന്നു. ഇന്ത്യ 2022 തന്നെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ വിന്യസിച്ചിട്ടുണ്ട്. 10 പുതുതലമുറ ഫ്രിഗേറ്റുകൾ, 7 നൂതന കോർവെറ്റുകൾ, 4 ലാൻഡിംഗ് ഡോക്ക് പ്ലാറ്റ്ഫോമുകൾ എന്നിവയും നാവികസേന പരിഗണിക്കുന്നുണ്ട്. ഭാരമേറിയ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് കരിയറിന് നൽകുന്നതിന് നാവികസേനയ്ക്ക് 2 ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റങ്ങളും ആവശ്യമായി വരും. കൂടാതെ യുദ്ധക്കപ്പലുകൾക്കുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഷനും പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. അതിവേഗ കപ്പലുകളും കടൽ തീരത്തെ തീവ്രവാദ വിരുദ്ധ പെട്രോളിങ്ങുകളെയും കഴിവുള്ള 100 നെക്സ്റ്റ് ജനറേഷൻ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ നാവികസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 വർഷത്തെ പദ്ധതി പ്രകാരം 25 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ളതും 450 മീറ്റർ ആഴത്തിൽ വരെ പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ 150 ടോർപിഡോകളും ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കും. അന്തർവാഹിനികൾക്കായി ലിഥിയം അയൺ ബാറ്ററികൾ വേണമെന്നും റോഡ് മാപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം പുറത്തിറങ്ങിയ ബ്ലൂ പ്രിന്റിൽ വ്യോമസേനയ്ക്കായി 75 ഉപഗ്രഹങ്ങൾ, 150 സ്റ്റെൽത്ത് ബോംബർ ഡ്രോണുകൾ, 100 കണക്കിന് കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ, 100-ലധികം വിദൂര പൈലറ്റഡ് വിമാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾക്കായുള്ള സൈബർ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ഉപഗ്രഹ അധിഷ്ഠിത ലേസർ റേഞ്ച് ഫൈൻഡറുകളിലും ഈ ദർശനരേഖ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി അതിവേഗ ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ സായുധ സേന 500-ൽ കുറയാത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമാക്കും. ഈ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഇതിന് ആവശ്യമാണ്. ഇന്ത്യൻ സായുധ സേന ഉയർന്ന ശക്തിയുള്ള ലേസർ സംവിധാനങ്ങൾക്കും ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത പ്രോജക്ടൈലുകൾ ഉപയോഗിക്കാതെ ലക്ഷ്യങ്ങളെ പ്രവർത്തനരഹിതമാക്കാനോ നശിപ്പിക്കാനോ ഉയർന്ന ഊർജ ലേസറുകൾ അല്ലെങ്കിൽ ഉയർന്ന ശക്തിയുള്ള മൈക്രോവേവ് പോലുള്ള ഫോക്കസ് ചെയ്ത എനർജി ഉപയോഗിക്കുന്ന നൂതന ആയുധങ്ങളാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. ഇത്തരം ആയുധങ്ങളുടെ ആവശ്യകത അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട്. ചൈനയിൽ അടുത്തിടെ സമാപിച്ച സൈനിക പരേഡിൽ കപ്പൽ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി ലേസർ ആയുധങ്ങളുടെ 2 പതിപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്നു.
അവയിലൊന്ന് നാവിക വ്യോമ പ്രതിരോധത്തിനായി വ്യക്തമായ രൂപകൽപ്പന ചെയ്തതാണെങ്കിൽ മറ്റൊന്ന് ഒരു ട്രക്കിൽ ഘടിപ്പിച്ചത് കരസേനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ ദർശന പദ്ധതി എന്തുകൊണ്ട് പ്രധാനമാണ്? 15 വർഷത്തെ ഈ ദർശന പദ്ധതി അതിബൃഹത്തായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്രം നോക്കിയാൽ വളരെ രസകരമായ ഒരു സമയത്താണ് ഇതിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 22-ന് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ പഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലേക്ക് മാറുകയും അത് അവസാനിക്കുകയും ചെയ്തിട്ട് 4 മാസത്തിന് ശേഷമാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ വ്യക്തമായ സൈനിക ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലെ സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദ് ആയിരക്കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും വിക്ഷേപിച്ചു. എന്നിരുന്നാലും മിക്ക പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിൽ തട്ടി നിർവീര്യമായി. ആധുനിക യുദ്ധത്തിൽ സാങ്കേതിക വിദ്യ വഹിക്കുന്ന പ്രാധാന്യവും ഈ ദർശന പദ്ധതി എടുത്തു കാണിക്കുന്നു. റോബോട്ടിക്സ്, കൃത്രിമ ബുദ്ധി, വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും സംയോജനവും ഭാവിയിൽ യുദ്ധക്കളത്തിൽ വിപ്ലവകരമായ സ്വാധീനം ചെലുത്തുന്നത് തുടരും. വരും ദശകങ്ങളിൽ രാജ്യം വലിയ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സേവനങ്ങൾ അതിനനുസരിച്ച് സജ്ജീകരിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു, വ്യവസായ മേഖലയെ സമീപിക്കാനും ഉയർന്നു വരുന്ന ഭാവി യുദ്ധ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള സേവനങ്ങളുടെ വീക്ഷണവും യുദ്ധ പോരാട്ടശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അവയുടെ പ്രഖ്യാപിത ആവശ്യകതകളും അറിയിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഇത് നമ്മുടെ വ്യവസായത്തിന് ഗവേഷണ വികസന ശ്രമങ്ങൾ വേഗത്തിലാക്കാനും ആവശ്യമുള്ള സമയപരിധിക്കുള്ളിൽ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഉൽപാദന ലൈനുകളും അസംബ്ലികളും നിർമ്മിക്കാനും പ്രാപ്തമാകും.